ഹലോ ലിറ്റിൽ മോൺസ്റ്റേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കൊരു ഹെൽത്തി വേറെ സാധനം ഉണ്ടാക്കി. ഞാനിപ്പോൾ ഫുൾ ഹെൽത്തിയിലാണ് കേട്ടോ പിടിച്ചിരിക്കണേ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കുറച്ച് നെയ്യ്, കുറച്ച് വാൾനട്ട്സ്, പംകിൻ സീഡ്സ് കിടക്കണ മൊത്തം അരി കിട്ടോ. എല്ലാ സീഡ്സും അരി കിട്ടോ, എക്സെപ്റ്റ് ചിയാ സീഡ്സ് ഞാൻ ഇട്ടിട്ടില്ല. ഫ്ലാക്സ് സീഡ്സ് ഇങ്ങനെ കടുക് പൊട്ടിത്തെറിക്കണ പൊട്ടിത്തെറിക്കും കേട്ടോ. പിന്നെ സൺഫ്ലവർ സീഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജാഗരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് മധുരത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ജാഗരി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെയാവും. സൺസെറ്റ് ആയപ്പോൾ എന്ത് ഭംഗിയ ബാൽക്കണി കാണാനല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് സീവ് ചെയ്തിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് ബാച്ചായിട്ട് ഉണ്ടാക്കിക്കോട്ടെ. അത്യാവശ്യം നമുക്ക് കുറച്ച് കാലത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കിപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ എന്നോട്ട് ഉണ്ടാക്കി, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാനിതിങ്ങനെ കുറച്ചിങ്ങനെ എന്താണെന്ന് മിക്സിങ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ സാധനം വലിയ ചൂടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഉരുണ്ടയാക്കി എടുക്കാം ഓക്കെ. എന്നിട്ട് ഇതിന് നമുക്കിങ്ങനെ ഉണ്ടാക്കി എടുക്കട്ടെ. അപ്പോൾ ബോളാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കട്ടെ. എന്ന് വേണം ചെയ്യാൻ. കുറച്ച് ഡേറ്റ്സും കൂടെ എടുത്തിട്ട് അതിങ്ങനെ ഒട്ട് കുഴയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ടിട്ട് അതിനകത്ത് കുഴച്ച് വിട്ടു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഇത് വെളിയിൽ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു, ഇത് ഉണങ്ങാൻ പറ്റാത്തതുകൊണ്ട്. അത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ ഡേറ്റ്സ് ആഡ് ചെയ്തോട്ടോ. എന്തായാലും ഇതൊക്കെ കുറിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിലാണ് വെച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ ശരി, ഡെയിലി വൺ വെച്ച് വെച്ചോട്ടോ. അപ്പോൾ ശരി, അപ്പോൾ സീ യു.